പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം തരം ഹിന്ദി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ഫിലിം സമീക്ഷ സിനിമാ നിരൂപണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിനി 77ാമത്തെ ചോദ്യമാണ് ചർച്ച ചെയ്യേണ്ടത്. ശ്രീ നീൽ മാധവ് പാണ്ഡ की ഫിലിം അയാം കലാം की കഹാനി ക്യാ ഹെ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാം കലാം എന്ന് പറയുന്നത് ഒരു സിനിമയാണ്. ആ സിനിമയുടെ സംവിധായകനാണ് ശ്രീ നീൽ മാധവ് പാണ്ഡ. നീൽ മാധവ് പാണ്ഡ എന്ന് പറയുന്ന നിർദ്ദേശക്, സംവിധായകന് ഹിന്ദിയിൽ നിർദ്ദേശക് എന്നാണ് പറയുക. നീൽ മാധവ് പാണ്ഡയുടെ സിനിമയാണ് അയാം കലാം. ഈ സിനിമയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് മിഹിർ പാണ്ഡെ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു സിനിമാ നിരൂപണം, ആ സിനിമയിലെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നിരൂപണം ചെയ്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ്, സിനിമാ നിരൂപണമാണ് നമ്മുടെ പാഠം. അതായത് അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ഈ പാഠം. അയാം കലാം കെ ബഹാനെ, ഞാൻ കലാമാണ് എന്നുള്ള നാട്യത്തിൽ, അഭിനയത്തിൽ, ബഹാനെ എന്ന് പറഞ്ഞാൽ നാട്യം, അഭിനയം, അങ്ങനെ ഒരു ചിന്തയിൽ, അങ്ങനെ ഒരു വിചാരത്തിൽ, ഞാനും കലാമാണ് എന്നുള്ള ചിന്തയിൽ, മറവിൽ, നാട്യത്തിൽ, അഭിനയത്തിൽ അങ്ങനെ അഭിനയിക്കുക. ഞാനും കലാമാണ്, ഭാവിയിൽ ഞാൻ കലാമാകുമെന്ന് അഭിനയിക്കുന്നു. അപ്പോൾ ഈ ഫിൽമി ലേഖ എഴുതിയിരിക്കുന്നത് മിഹിർ പാണ്ഡെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതാണ് മിഹിർ പാണ്ഡെ ജേർണലിസ്റ്റാണ്, പത്രപ്രവർത്തകനാണ്. അപ്പോൾ ആ പാഠം നമ്മൾ മുഴുവൻ വായിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ 77ാമത്തെ ചോദ്യമാണ് നോക്കേണ്ടത്. ശ്രീ നീൽ മാധവ് പാണ്ഡ की ഫിലിം അയാം കലാം की കഹാനി ക്യാ ഹെ? അപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ കഥയല്ല, പാഠത്തിലെ 2 കഥകളുണ്ട്. ഒന്ന്, ഈ അയാം കലാം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഈ ലേഖനം എഴുതിയ മിഹിർ പാണ്ഡെക്ക് തൻ്റെ ബാല്യകാലം ഓർമ്മ വന്നു. പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ മിഹിർ പാണ്ഡെയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു മോർപാൽ. അപ്പോൾ മിഹിർ പാണ്ഡെ ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, സാമ്പത്തികമായി ഒരിടത്തരം കുടുംബത്തിൽ നിന്നാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ മോർപാൽ വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വളർന്നു വന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ദോസ്തി. അപ്പോൾ ദോസ്തിയെക്കുറിച്ച് നമ്മൾ 1ാമത്തെ പാഠത്തിൽ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പാഠത്തിൽ സച്ചി ദോസ്തി, യഥാർത്ഥ സൗഹൃദത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഇവർ രണ്ടുപേരും ആത്മാർത്ഥമായ ഒരു സ്നേഹം, ഒരു ചങ്ങാത്തം ഉണ്ടായിരുന്നു. രണ്ടുപേരും ക്ലാസ്സിൽ ഇന്നത്തെ പോലെ ബെഞ്ചും ഡെസ്കൊന്നുമില്ല, അടുത്തടുത്ത് നിലത്ത് ഇരുന്നിട്ടാണ് പഠിച്ചിരുന്നത്. കാരണം രണ്ടാളും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എം ആയതുകൊണ്ട് അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവരുടെ പേര് അടുത്തടുത്തായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിലും അടുത്തടുത്താണ് ഇരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ മിഹിർ പാണ്ഡെ കൊണ്ടുവരുന്ന രാജ്മ ചാവല് മോർപാൽ എന്ന് പറയുന്ന ദരിദ്രനായ കുട്ടിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ മോർപാൽ കൊണ്ടുവരുന്ന ചാച്ച്, ഡിബ്ബ എന്ന് പറഞ്ഞ പാത്രമാണ്, ഒരു ഡിബ്ബയിൽ ഒരു പാത്രത്തിലാണ് ചാച്ച്, മോര് കൊണ്ടുവരുന്നത്. ആ മോര് മിഹിർ പാണ്ഡെക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മിഹിർ പാണ്ഡെ കണ്ട സിനിമ അയാം കലാം, ഞാൻ കലാം എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്താണ്? അയാം കലാം ഫിലിം കി കഹാനി. അപ്പോൾ ഞാനിവിടെ ഹെഡിങ് കൊടുത്തത് അയാം കലാം ഫിലിം കി കഹാനി. ആ സിനിമയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫിലിം കാ നായക് ചോട്ടു കോ ഉസ്കി മാം ജയ്സൽമേർ की किसी देहात से आकर टाणी के बाटीसा की चाय की धड़ी पर काम करने के लिए छोड़ जाती है. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സിനിമയിലെ നായകൻ ചോട്ടു എന്നാണ് അറിയപ്പെടുന്നത്. അവന് യഥാർത്ഥത്തിൽ ഇവിടെ പേരൊന്നും കൊടുത്തില്ല, ചെറിയൊരു കുട്ടിയായതുകൊണ്ട് ചോട്ടു. അവർ ദരിദ്രരായതുകൊണ്ട് അവൻ്റെ അമ്മ അവരെ സ്വന്തം സ്ഥലം ജയ്സൽമീറിലെ ഏതോ ഒരു ഗ്രാമമാണ്. ജയ്സൽമേർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ്റെ അതിർത്തി പ്രദേശമാണ്, വളരെ ചൂടുള്ള സ്ഥലമാണ്, വെറും മരുഭൂമിയാണ്. അപ്പോൾ വളരെ ദരിദ്രരായതുകൊണ്ട് അവനെ രാജസ്ഥാൻ്റെ തലസ്ഥാനത്തിനടുത്തുള്ള ടാണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഭാട്ടീസ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ, ചായപ്പീടിയക്കാരൻ്റെ കടയിൽ സഹായിയായി നിർത്തുന്നു. ഈ കുട്ടിയെ, ചോട്ടു എന്ന് പറയുന്ന കുട്ടിയെ അവിടെ ചെറിയൊരു പൈസക്ക്
കൂലിക്കായിട്ട് അവിടെ നിർത്തുന്നു. वास्तव में उसका नाम छोटू नहीम है. टानी पर काम करने वाले और बच्चों की तरह उसे भी सब ചോട്ടു കേക്കർ ബുലാത്തെ ഹെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവനെ ചോട്ടു എന്ന് വിളിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. ടാണി പർ കാം കർണേ വാലേ, ടാണി എന്ന് ഞാൻ പറഞ്ഞു ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. കുറച്ച് കുടുംബക്കാർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലം. അവിടെ രാജാവിൻ്റെ കൊട്ടാരമുണ്ട്. ടാണി പർ കാം കർണേ വാലേ ഔർ ബച്ചോങ്കി തര, അതുപോലെ ചായപ്പീടികയിൽ സഹായിക്കുന്നവരെയും അതുപോലെ കുട്ടികളെയും ചോട്ടു എന്നാണ് വിളിക്കുന്നത്. വഹ അംഗ്രേസി തോക്കിയ ഹിന്ദി ബി ടീക് സെ നഹീം ജാൻതി. ഒരുപാട് ടൂറിസ്റ്റുകൾ പര്യടക്ക് വരുന്ന സ്ഥലമായതുകൊണ്ട് ഇംഗ്ലീഷ് അറിയണം. പക്ഷേ ഇവൻ ഇംഗ്ലീഷ് പോയിട്ട് ഹിന്ദി പോലും കൃത്യമായി അറിയുമായിരുന്നില്ല. ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹീം ജീന ചാഹത്ത. പക്ഷേ കേവലം ഒരു കുട്ടിയായിട്ട് ജീവിക്കാൻ, ചോട്ടുവായി ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്കാ സപ്ന ഹെ, എന്താണ് അവൻ്റെ സ്വപ്നം? उसका सपना है स्कूल जाना और टीवी में देखे लंबे बालों वाले രാഷ്ട്രപതി കലാം സാ ബനന. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കണം. ഒന്ന്, എന്തുകൊണ്ടാണ് ചോട്ടുവിന് ചോട്ടു എന്നുള്ള പേര് വന്നത്? ടാണി പർ കാം കർണേ വാലെ और बच्चों की तरह उसे भी सब ചോട്ടു कहकर बुलाते हैं. രണ്ടാമത്തേത്, അവൻ്റെ സ്വപ്നം എന്തായിരുന്നു? उसका सपना है स्कूल जाना और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना. इसलिए वह खुद ही अपना नाम कलाम रख लेता है. അതുകൊണ്ട് അവൻ അവൻ്റെ സ്വന്തം പേര് കലാം എന്ന് വെക്കുന്നു. इस नाम में उसकी आकांक्षाओं का अक्स है. അവൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു അക്സ്, ഇച്ഛ അല്ലെ, ആഗ്രഹമുണ്ട്. എന്താണ് അക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യം പഠിച്ച വാക്കാണ് അക്സ്. ആകാംക്ഷാओं का അക്സ്, പ്രതിഫലനം. അപ്പോൾ അക്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണ് കലാം എന്നുള്ള പേര്. ഉസ്കെ ഹാത്ത് കി ബനായി ചായ് മേ ജാദു ഹെ. അവൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായയിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. അത്രയും മികച്ച ചായയാണ് അവൻ ഉണ്ടാക്കുന്നത്. ഭാട്ടി സാബി ഉസ്കി കലാകാരിക്ക് വാഹ് വാഹി കർത്തെ നഹീം തക്തെ. ചായക്കടയുടെ ഉടമസ്ഥനായ ഭാട്ടി സാഹബിന് പോലും അവൻ്റെ കലാകാരി കഴിവ്, ചായ ഉണ്ടാക്കാനുള്ള കഴിവിനെ വാഹ്വാഹി കർത്തെ, പ്രശംസിച്ച് നഹീം ധക്തെ, ക്ഷീണിക്കുന്നില്ല. എത്ര തവണ വേണമെങ്കിലും അവനെ പ്രശംസിക്കാൻ അയാൾ തയ്യാറാണ്. ജഗഹ് ऐसी है कि വിദേശി ടൂറിസ്റ്റ് ബഹുത്ത് ആത്തെ ഹെ. ക്ലാസ് കലാം സീഖ്നെ മേ തേസ് ഹെ. വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ആളാണ്. ജട്ട് സെ ഉൻകി ബോലി സീഖ് ജാത്ത ഹെ. അതുകൊണ്ട് തന്നെ അവൻ വളരെ പെട്ടെന്ന് വിദേശി ടൂറിസ്റ്റുകളുടെ ഭാഷ പഠിച്ചെടുക്കുന്നു. അവർ ജൽദി ഹി വിദേശ ആയി ലൂസി മേഡം കാ ഭി ദിൽ ജീത്ത് ലേത്താ ഹെ. അപ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവരുടെയൊക്കെ ഭാഷ ഈ കുട്ടി വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു. അതുപോലെ അവിടെ ടൂറിസ്റ്റായി വന്ന ലൂസി മാഡം എന്ന് പറയുന്ന വനിതയുടെ സുഹൃത്തായി മാറുന്നു. ലൂസി മാഡം വാദാ കർത്തി ഹെ കി വേ ഉസെ അപ്നെ സാത്ത് ദില്ലി ലേക്കർ ജായെങ്കി. അപ്പോൾ അവനുമായി പരിചയപ്പെട്ട് ആ കുട്ടിയോട് ലൂസി മാഡത്തിന് വളരെ ഇഷ്ടം തോന്നുന്നു. അവർ പറയുന്നു, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം, നിന്നെ ഞാൻ ഡൽഹിയിൽ കൂട്ടിക്കൊണ്ടുപോകാം. ദില്ലി മേ ഡോക്ടർ കലാം ഹെ ജിൻസെ മിൽക്കർ ഹമാരെ കലാം ഗോ കുച്ച് കഹന ഹെ. എന്തിനാണ് ചോട്ടു അഥവാ കലാം, ചോട്ടു ഉർഫ് കലാം ഡൽഹിക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ അവൻ്റെ ആരാധ്യ പുരുഷനായ ഡോക്ടർ കലാം ഉണ്ട്, അല്ലെ APJ അബ്ദുൽ കലാം ഉണ്ട്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ട് നമ്മുടെ ചോട്ടുവിന്, കൊച്ചു കലാമിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഫിലിം മേ ഏക് ഔർ ബച്ചാ ബി ഹെ ടാണി കെ റാണ കാ ബേട്ട രൺവിജയ്. ഈ കഥയിൽ, ഈ സിനിമയിൽ മറ്റൊരു കുട്ടി കൂടിയുണ്ട്. ആ ഠാണി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജമീന്ദാറായ രാജാവായ രാജാവിൻ്റെ മകൻ രൺവിജയ്. ജിസെ സ്കൂൾ ജാന കതയി പസന്ത് നഹീം. കതയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും, അവന് സ്കൂൾ പോകാൻ ഒരിക്കലും ഇഷ്ടമില്ല. വഹി സ്കൂൾ ജോ രൺവിജയ് കോ പരീക്ഷ കാ ഡർ ദിക്കാക്കർ ഭയഭീത് കർത്താ ഹെ. എന്തിനാണ് സ്കൂൾ പോകാൻ ഭയം? പരീക്ഷകളെ അവന് പേടിയാണ്. ഏത് സ്കൂളാണോ പരീക്ഷ എന്നുള്ള ഒരു പേരിൽ അവനെ ഭയപ്പെടുത്തുന്നത്, കലാം കോ ഏക് അലഗ് ജീവൻ ബേഹത്തർ ജീവൻ കാ സപ്ന ദിക്കാത്താ ഹെ. അപ്പോൾ പണക്കാരനായ സമ്പന്നനായ രാജാവിൻ്റെ മകനായ രൺവിജയിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, എന്നാൽ കലാമിന് സ്കൂളിൽ പോകാൻ വളരെയധികം ആഗ്രഹമുണ്ട്. दोनों दोस्त बन जाते हैं और उनके बीच पढ़ाई की लेन देन चल रही है. അവർ രണ്ടുപേരും സുഹൃത്തുക്കളായി മാറുന്നു. രണ്ടുപേരും തങ്ങളുടെ കഴിവുകൾ അന്യോന്യം ലേൻ ദേൻ, അദലാബദലി അല്ലെ, കൈമാറുന്നു. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. ഒരു ദിവസം
പ്രസംഗ മത്സരത്തിൽ രൺവിജയിനോട് പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നു. രൺവിജയ് പരേശാൻ ഹെ ക്യോങ്കി ഉസ്കി ഹിന്ദി അച്ചി നഹി ഹെ. പക്ഷെ രൺവിജയിന് ഭയങ്കര പേടിയാണ്, പരിഭ്രമമാണ്, കാരണം അവൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല. इसलिए कलाम भाषण प्रतियोगिता के लिए एक अच्छा भाषण लिखकर अपने दोस्त को देता है. അപ്പോൾ കലാം എന്ത് ചെയ്യുന്നു? തൻ്റെ കൂട്ടുകാരന്, തൻ്റെ സുഹൃത്തായ പണക്കാരനായ രൺവിജയിന് വേണ്ടി ഒരു നല്ല പ്രസംഗം എഴുതി തയ്യാറാക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കഥയിൽ ആദ്യം കണ്ടു, ഇവൻ ആദ്യമായിട്ട് ടാണിയിലെ ചായക്കടയിലേക്ക് ജോലി വരുമ്പോൾ ഇംഗ്ലീഷ് പോയിട്ട് ഹിന്ദി പോലും നേരാൻ പണ്ണ അറിയില്ല, പക്ഷേ അവനൊക്കെ പഠിച്ചെടുക്കുന്നു. ഇപ്പം രൺവിജയിന് വേണ്ടി അവനൊരു ഹിന്ദി പ്രസംഗം പോലും എഴുതി തയ്യാറാക്കി കൊടുക്കുന്നു. രൺവിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹേ. ആ പ്രസംഗം പറഞ്ഞിട്ട് രൺവിജയിന് 1ാം സമ്മാനം കിട്ടുന്നു. अमिताभ बच्चन के फिल्में देख कर और उनकी नकल करके खुद अमिताभ हो जाना चाहने वाला एक लड़का भाटी सा की चाय की दुकान पर काम करता था. അപ്പോൾ ഈ കൊച്ചു കലാം ജോലി ചെയ്യുന്ന കടയിൽ അമിതാഭ് ബച്ചൻ്റെ സിനിമകളിലും കണ്ടുകൊണ്ട് അമിതാഭ് ബച്ചനെ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ആൺകുട്ടി, അവൻ്റെ പേര് നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലെപ്റ്റൻ എന്നാണ് അവൻ്റെ പേര്. ഇതൊക്കെ ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ച് രാജസ്ഥാനിലെ പേരുകളാണ് കേട്ടോ. ലെപ്റ്റൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി മുതിർന്നതാണ്, കുറച്ച് പ്രായമുള്ളതാണ്. നമ്മളെ ചോട്ടുവിനെക്കാട്ടിയും പ്രായം കൂടുതലുള്ള ലെപ്റ്റൻ ആ ചായക്കടയിൽ സഹായിയായി ജോലി ചെയ്യുന്നുണ്ട്. ഉസ്കെ ജലൻകെ കാരൻ. അപ്പോൾ ഈ കൊച്ചുകുട്ടിയായ ചോട്ടുവിന് എല്ലാവരുടെയും പ്രശംസയും, എല്ലാവരും അവനെ സ്നേഹിക്കുന്നു, അവനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഈ ലെപ്റ്റന് ഭയങ്കര അസൂയ ഉണ്ടാവുന്നു. अदान जलन के कारण राणा के सेवक कलाम के घर तलाशी करते हैं और रणविजय की चीज़ों को पाकर कलाम पर चोरी का आरोप लगाते हैं. അപ്പോൾ രാജാവായ അവിടുത്തെ രാജാവിൻ്റെ മകനായ രൺവിജയും കലാമും അടുത്ത സുഹൃത്തുക്കളാണ്. അവർ ഒരുപാട് സാധനങ്ങൾ രൺവിജയ് തൻ്റെ കൂട്ടുകാരനായ കലാമിന് സമ്മാനം കൊടുക്കുന്നു. തൻ്റെ പഴയ ഡ്രസ്സുകൾ, പുസ്തകങ്ങൾ, അവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ചായക്കടയിൽ തൻ്റെ റൂമിലാണ് കലാം സൂക്ഷിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ലെപ്റ്റൻ എന്ന് പറയുന്ന ഈ മുതിർന്ന കുട്ടി, അസൂയുള്ള ഈ കുട്ടി റാണയുടെ രാജാവിൻ്റെ സേവകന്മാരോട് പറയുന്നു, ഇവൻ മോഷ്ടാവാണ്, കലാം ഒരു കള്ളനാണ്, അവൻ രൺവിജയിൻ്റെ കുറേ സാധനങ്ങൾ മോഷ്ടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ ആരാണ്? റാണാക്കെ സേവക് കലാം കെ ഘർ തലാശി കർത്തേ ഹേ. റാണയുടെ രാജാവിൻ്റെ സേവകന്മാർ കലാമിൻ്റെ മുറി പരിശോധിക്കുന്നു. ഔർ രൺവിജയ്ക്ക് ചീസോങ്കോ പാക്ക്, രൺവിജയിൻ്റെ സാധനങ്ങൾ കണ്ടെത്തിയിട്ട് കലാം പർ ചോരിക്ക ആരോപ് ലഗാത്തേ ഹേ, കലാമിൻ്റെ നേരെ കളവ് ആരോപിക്കുന്നു. ലേക്കിൻ ഇസ് ഝൂട്ടെ ആരോപ് കെ സാമനെ ബി കലാം അപ്നി ദോസ്തി കാ പ്രൺ നഹീ തോഡ്താ. പക്ഷേ ഈ കളവായ ആരോപണത്തെ അവൻ നേരിടുന്നു. യഹ് ജാൻകർ കി രൺവിജയ് കോ കലാം സേ കി ദോസ്തി കി സജാ മിലേംഗെ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഈ ഇവനുമായിട്ട് സൗഹൃദത്തിലാണ് എന്നറിഞ്ഞാൽ രൺവിജയിന് ശിക്ഷ കിട്ടും, സജാ മിലേംഗെ എന്നറിയുന്നത് കൊണ്ട് അവൻ ഈ കളവ് ചെയ്തു എന്നുള്ള ആരോപണം സഹിക്കുന്നു. അപ്പനി ദോസ്തിക്കെ ബാരമേ വഹ് നഹീം ബത്താത്ത, അവനും രൺവിജയും സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യം അവൻ സമ്മതിക്കുന്നില്ല, പറയുന്നില്ല. വഹ് ടാണി ചോഡ്കർ ദില്ലി ചലാ ജാത്താ ഹെ. അവസാനം റാണ, അവിടുത്തെ രാജാവ്, ഇവനെ വിചാരണ ചെയ്ത് ഈ ചായക്കടയിലെ ജോലി മതിയാക്കി സ്വന്തം ഗ്രാമത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളണം, ഇവനെ ഓടിച്ചു വിടണം എന്ന് ബാട്ടീസ എന്ന് പറയുന്ന ചായക്കടക്കാരനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവൻ നേരെ പോകുന്നത് ഡൽഹിക്കാണ്. അപ്പോൾ ആ പീടികയിൽ വരുന്ന ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രക്ക് ഡ്രൈവർമാരുമായിട്ട് ഇവന് നല്ല ചങ്ങാത്തമുണ്ട്. അപ്പോൾ ഒരു ട്രക്ക് ഡ്രൈവർ ഇവനെ ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. രാസ്തേമേ മുഷ്കിലേം ഹെ, വഴിയിൽ ഒരുപാട് വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്നു, കഷ്ടപ്പാടുകൾ, മുഷ്കിൽ. ലേക്കിൻ കഥാക്കെ അന്തമേ, പക്ഷെ കഥയുടെ അവസാനത്തിൽ കലാം ഗോ അപ്പനി മനസ്സിൽ മിൽത്തി ഹെ, അവൻ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. അവൻ ഡൽഹിയിലെത്തുന്നു. അവിടെ വെച്ചിട്ട് തൻ്റെ കത്ത് രാഷ്ട്രപതി കലാമിന് കൈമാറാൻ വേണ്ടി കൊണ്ടുപോകുന്നു. പക്ഷേ കലാമിൻ്റെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർ പറയുന്നു, ഞങ്ങളിത് കൊടുത്തുകൊള്ളാം, രാഷ്ട്രപതിയെ നിനക്ക് നേരിട്ട് കാണാൻ പറ്റൂല, പക്ഷേ ഞാൻ ഈ കത്ത് തീർച്ചയായും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കത്ത് മേടിച്ചു വെക്കുന്നു. അപ്പോഴേക്കും ഈ കലാം കളവ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ടാണിയിലെ രാജാവ് രൺവിജയിനെയും കൂട്ടി കാറിൽ, അതുപോലെ ലൂസി മാഡും ഒക്കെ ഡൽഹിയിലെത്തുന്നു. അവസാനം ഇവനെ പരതി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുപോകുന്നു.
ടാണിയിലെ രാജാവ് ഇവനെ പഠിപ്പിക്കാൻ തയ്യാറാവുന്നു. മുഴുവൻ ചെലവും ഞാൻ വഹിച്ചുകൊള്ളാം, എൻ്റെ മകൻ്റെ കൂടെ പഠിച്ചോട്ടെ എന്ന് പറയുന്നു. പക്ഷേ നമ്മളെ കൊച്ചു കലാം അത് സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ ചായപ്പീടികയിൽ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കും. അങ്ങനെ തൻ്റെ കൂട്ടുകാരനായ പണക്കാരനായ രൺവിജയ് പഠിക്കുന്ന അതേ സ്കൂളിൽ കലാമും പഠിക്കുന്ന ആ ഒരു രംഗത്തോടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.